ഓട്ടോമാറ്റിക് ഫ്ലാഷുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പോലെ തന്നെയാണ്, അത് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ പ്രകാശത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ ക്യാമറയിൽ നിങ്ങൾ എക്സ്പോഷർ സെറ്റ് ചെയ്യുന്നതിൻ്റെ ആ ഡാറ്റ റീഡ് ചെയ്തിട്ട് കൃത്യമായിട്ട് ഫ്ലാഷ് അതിൻ്റെ ലൈറ്റും അതിൻ്റെ പവറും മാറ്റിക്കൊണ്ടിരിക്കും. നിങ്ങളിപ്പോൾ ഒരു സിറ്റുവേഷനിൽ എക്സ്പോഷർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ഇൻസ്ട്രക്ഷൻ നിങ്ങളുടെ ഫ്ലാഷിലേക്ക് കൂടി പോകും. അപ്പോൾ അതിനനുസരിച്ച് ഫ്ലാഷ് നിങ്ങളുടെ ലൈറ്റ് ആ ഫീൽഡിലേക്ക് വേണ്ട ലൈറ്റ് മാറ്റിക്കൊണ്ടിരിക്കും. നിങ്ങളിപ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ നിങ്ങളുടെ ലെൻസിലൂടെ കാണുന്ന പ്രകാശത്തിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ച് ഫ്ലാഷ് സ്വയം സെറ്റ് ആവുന്ന തരം ഫ്ലാഷുകളെയാണ് നമ്മൾ ഓട്ടോമാറ്റിക് ഫ്ലാഷ് എന്ന് വിളിക്കുന്നത്. അവിടെ നമുക്ക് ഫോട്ടോഗ്രാഫറിന് പ്രത്യേകിച്ച് ഒന്നും തന്നെ നിയന്ത്രിക്കേണ്ടതില്ല. അയാളുടെ ഫീൽഡിലുള്ള ലൈറ്റ് എത്രയാണോ അതിനനുസരിച്ച് ആ ഫ്ലാഷുകൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ പവറും കൂട്ടിയും കുറച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഓരോ സിറ്റുവേഷനിൽ ഫോട്ടോ എടുക്കുമ്പോഴും അയാൾക്ക് ക്യാമറയുടെ എക്സ്പോഷർ മാത്രം ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയുള്ളതെല്ലാം ഫ്ലാഷ് തന്നെ ചെയ്തോളൂ. ഫ്ലാഷ് ഫോട്ടോഗ്രാഫിയിലുള്ള എക്സ്പീരിയൻസ് കൊണ്ട് പറയട്ടെ, ഓട്ടോമാറ്റിക് ഫ്ലാഷുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് വളരെ കൃത്യമായ ഫോട്ടോ കിട്ടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. പലപ്പോഴും ഓട്ടോമാറ്റിക് ഫ്ലാഷുകൾ കൊണ്ടും ഓവർ എക്സ്പോസ്ഡ് ആയതും അണ്ടർ എക്സ്പോസ്ഡ് ആയ പടങ്ങൾ കിട്ടാറുണ്ട്. അത് ഓരോ സിറ്റുവേഷനിലും നിങ്ങളുടെ ഫ്രെയിമിലുള്ള ലൈറ്റും നിങ്ങളുടെ ക്യാമറ സെറ്റിംഗ്സിനനുസരിച്ച് ഫ്ലാഷിനുണ്ടാവുന്ന കൺഫ്യൂഷൻസ് ആണ്. എങ്കിലും ഒരു 60-70% അവസരങ്ങളിലും ഓട്ടോമാറ്റിക് ഫ്ലാഷുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ കൃത്യമായ ഫോട്ടോ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ഫ്ലാഷ് വാങ്ങിക്കുന്നവർ ഈ സെഷൻ മുഴുവനായിട്ട്, ഈ ഫ്ലാഷിൻ്റെ സെഷൻ മുഴുവനായിട്ട് കേട്ടതിന് ശേഷം മാത്രം അതിനെക്കുറിച്ച് ആലോചിക്കുക. അതിന് മുൻപ് ഈ ക്ലാസ് മുഴുവൻ കേൾക്കാതെ നിങ്ങൾ ഒരിക്കലും ഒരു തീരുമാനം എടുക്കരുത്, അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. നിങ്ങൾ മുഴുവൻ നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. ഓട്ടോമാറ്റിക് ഫ്ലാഷുകളെ ടെക്നിക്കലി വിളിക്കുന്ന പേരാണ് TTL ഫ്ലാഷുകൾ. TTL എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ത്രൂ ദ ലെൻസ്, അതായത് ലെൻസിലൂടെ വരുന്ന പ്രകാശത്തിന്റെ തോതിനനുസരിച്ച് നിങ്ങളുടെ ഫ്ലാഷിന്റെ പവർ സെറ്റ് ചെയ്യും എന്നതാണ് ഈ ഒരു ഓട്ടോമാറ്റിക് ഫ്ലാഷിന്റെ പ്രത്യേകത. ഓട്ടോമാറ്റിക് ഫ്ലാഷുകൾ ഉപയോഗിക്കുമ്പോൾ ഇതുവരെ പറഞ്ഞതുപോലെ തന്നെ ഫ്ലാഷിന്റെ പ്രകാശത്തിന്റെ പവർ നിയന്ത്രിക്കുന്നത് ഫ്ലാഷ് തന്നെയാണ്. ക്യാമറയിൽ നിന്നുള്ള ലൈറ്റിന്റെ ഇൻഫർമേഷൻ അനുസരിച്ചാണ് ഫ്ലാഷിന്റെ പ്രകാശം നിയന്ത്രിക്കപ്പെടുന്നത്. എങ്കിലും ചില സമയത്ത് എക്സ്പോഷർ കോമ്പൻസേഷൻ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഒരല്പം പ്രകാശം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യേണ്ടി വന്നേക്കാം. ഇതിനെ നമ്മൾ പറയുന്നത് ഫ്ലാഷ് കോമ്പൻസേഷൻ എന്നാണ്. ഫ്ലാഷിൻ്റെ ഓട്ടോമാറ്റിക്കായിട്ടുള്ള സെറ്റിങ്ങിനെ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവറിനെ നമ്മൾക്ക് നമ്മളുടേതായ ഇഷ്ടത്തിനനുസരിച്ച് ഒരു സ്റ്റെപ്പ് കൂടുതലോ കുറവോ ഒക്കെ ആക്കാൻ, 1-2 സ്റ്റെപ്പ് കൂടുതലോ കുറവോ ഒക്കെ ആക്കാനുള്ള ഫ്ലാഷ് കോമ്പൻസേഷൻ സെറ്റിങ്സുകളും ഈ ഫ്ലാഷിൻ്റെ മെനുവിൽ നിങ്ങൾക്ക് കിട്ടും. ക്യാമറയും ഫ്ലാഷും ഒരേ കമ്പനിയുടേത് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്യാമറയിലും ക്യാമറ മെനുവിലൂടെ പോയിട്ട് ഫ്ലാഷിൻ്റെ പവർ നിയന്ത്രിക്കാൻ സാധിക്കും. ഫ്ലാഷ് കോമ്പൻസേഷൻ സെറ്റ് ചെയ്യാൻ പറ്റും. ഫ്ലാഷ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത് ഫ്ലാഷ് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചു വച്ചിരിക്കുന്ന ലൈറ്റിൻ്റെ പവർ നിങ്ങളുടേതായ ഇഷ്ടത്തിന് ഒരല്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്ന രീതിയാണ്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുക. ഇപ്പോൾ നിങ്ങൾ ഒരു 1 സ്റ്റെപ്പ് ഓവർ പവർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ക്യാമറ 5 യൂണിറ്റ് ലൈറ്റാണ് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചതെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞത് പ്രകാരം അത് 6 യൂണിറ്റ് ആവും. അടുത്ത ഫോട്ടോയിൽ 2 യൂണിറ്റാണ് അതിന് പ്രകാശം വേണ്ടതെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്തിരിക്കുന്ന 1 സ്റ്റെപ്പ് കൂട്ടിയിട്ട് അത് 3 യൂണിറ്റ് ആക്കി തരും. അങ്ങനെ നിങ്ങൾക്ക് ഒരു ഫ്ലാഷ് കോമ്പൻസേഷൻ ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെക്കാം. ഇത് ഫ്ലാഷിലും നിങ്ങൾക്ക് ക്യാമറയിലും സെറ്റ് ചെയ്യാം. ഫ്ലാഷിലും ക്യാമറയിലും കൺട്രോൾ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരേ ബ്രാൻഡ് ക്യാമറയും ഫ്ലാഷും ആയിരിക്കണം ഉപയോഗിക്കുന്നത്. അതായത് ക്യാനൺ ക്യാമറയിൽ ക്യാനൻ്റെ തന്നെ ഫ്ലാഷ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇവ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഫ്ലാഷിനകത്ത് തന്നെ ഫ്ലാഷിൻ്റെ കോമ്പൻസേഷൻ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. ചില സിറ്റുവേഷനിൽ നമുക്കത് ആവശ്യമായിട്ട് വരും. ഓട്ടോമാറ്റിക്കായിട്ട് ഫ്ലാഷ് വർക്ക് ചെയ്യുന്നതെങ്കിൽ കൂടി പല സന്ദർഭങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റും ഫ്രെയിമിൻ്റെ സറൗണ്ടിങ്സിൽ ഡാർക്കായിട്ട് വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ നമ്മൾ ഫ്ലാഷ് പോപ്പ് ചെയ്തിട്ട് മുകളിലോട്ട് വെച്ചിട്ടൊക്കെ യൂസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊന്നും ഫ്ലാഷിൻ്റെ ഓട്ടോമാറ്റിക് സിസ്റ്റം മെഷർ ചെയ്യുന്ന ഒരു ലൈറ്റ് മതിയാവില്ല. അവിടെ നമ്മൾ ഫ്ലാഷ് കോമ്പൻസേറ്റ് ചെയ്തിട്ട് കൂടുതൽ പവർ പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇനി നല്ലതുപോലെ ലൈറ്റ് ഉള്ള ഒരു സമയത്താണ് നിങ്ങൾ ഫ്ലാഷ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു എവിടെയെങ്കിലും നിഴൽ വീഴുന്ന ഭാഗത്ത് മാത്രം ഫില്ല് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണെങ്കിൽ അവിടെ നിങ്ങളുടെ ഫ്ലാഷ് തീരുമാനിക്കുന്ന അത്രയും ലൈറ്റ് ചിലപ്പോൾ ആവശ്യം ഉണ്ടാവില്ല. അതല്ലെങ്കിൽ നിങ്ങൾ ഇൻഡയറക്റ്റ് വേറൊരു ഡയറക്ഷനിലാണ് ഫ്ലാഷ് കൊടുത്തിരിക്കുന്നതെങ്കിലൊക്കെ നിങ്ങൾക്ക് അത്രയും ലൈറ്റ് ആവശ്യമില്ലാതെ വരുമ്പോൾ നിങ്ങൾക്ക് കോമ്പൻസേറ്റ് ചെയ്തിട്ട് അതിനെ കുറയ്ക്കാനുള്ള ഓപ്ഷനൊക്കെയാണ് ഫ്ലാഷ് കോമ്പൻസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.